2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കുവൈറ്റിലെത്തും. കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷൽ അൽ അഹമ്മദ് അൽ സബാഹ് ഉൾപ്പെടെ കുവൈറ്റ് ഭരണ നേതൃത്വവുമായി അദ്ദേഹം ചർച്ച നടത്തും. 43 കൊല്ലങ്ങൾക്ക് ശേഷം ഇതാദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈറ്റിലെത്തുന്നത്. ഇന്ന് കുവൈറ്റിലെത്തുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മളമായ വരവേൽപ്പ് നൽകാൻ രാജ്യം ഒരുങ്ങിക്കഴിഞ്ഞു. ഊഷ്മളമായ വരവേൽപ്പിന്റെ ഭാഗമായി രാജ്യത്താകെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കൂറ്റൻ ചിത്രങ്ങളും ഫ്ലക്സ് ബോർഡുകളും ഒരുക്കിയിട്ടുണ്ട്. നിരത്തിലോടുന്ന ബസ്സുകളിൽ തുടങ്ങി രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ മോദിയുടെ ചിത്രങ്ങളടങ്ങിയ പോസ്റ്ററുകൾ കാണാൻ കഴിയും. കുവൈറ്റ് രാജകുടുംബാംഗങ്ങൾ തുടങ്ങി ഇന്ത്യൻ മാനേജ്മെന്റിന്റെ നേതൃത്വത്തിലുള്ള മിക്ക കമ്പനികളും മോദിയുടെ വരവ് ആഘോഷമാക്കിക്കൊണ്ട് പോസ്റ്ററുകളും പ്രചരിപ്പിക്കുന്നുണ്ട്. ഡിസംബർ 21, 22 തീയതികളിലായി 2 ദിവസം നീണ്ടു നിൽക്കുന്ന സന്ദർശനത്തിൽ അദ്ദേഹം കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ സബാഹ് ഉൾപ്പെടെ കുവൈറ്റ് ഭരണ നേതൃത്വവുമായി ചർച്ച നടത്തും. ഇന്ന് വൈകിട്ട് സബാ സലീമിലെ ഷെയ്ഖ് സാദ് സ്പോർട്സ് സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന പരിപാടിയിൽ ഇന്ത്യൻ സമൂഹത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഇന്ത്യൻ പൗരന്മാർ ജോലി ചെയ്യുന്ന വിവിധ ഇന്ത്യൻ തൊഴിലാളി ക്യാമ്പുകളും അദ്ദേഹം സന്ദർശിക്കും. അതോടൊപ്പം ഇന്ന് ആരംഭിക്കുന്ന 26ാമത് അറേബ്യൻ ഗൾഫ് കപ്പ് മത്സരങ്ങളുടെ ഉദ്ഘാടന പരിപാടിയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യാതിഥിയാവും. നേരത്തെ 1981 ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി കുവൈറ്റ് സന്ദർശിച്ചത്. തുടർന്ന് 43 വർഷത്തിന് ശേഷം ഇതാദ്യമായാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈറ്റ് സന്ദർശിക്കുന്നത്. അതിനാൽ തന്നെ നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ സന്ദർശനം ഇന്ത്യ കുവൈറ്റ് സാമ്പത്തിക പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുന്ന പുതിയ കരാറുകളും വലിയ നിക്ഷേപ പദ്ധതികളും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഗിരീഷ് ഒറ്റപ്പാലം, 24 കുവൈറ്റ്.